ഇസ്ലാം മത പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂഫികൾ നല്ല ധർമ്മം നിർവഹിച്ചിട്ടുണ്ട്. അതിന്റെ ഭൗതികമായ തെളിവുകളുണ്ട്. കുറച്ചുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പള്ളികൾ നോർത്ത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സലഫികൾ പുരാതനമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പള്ളിയെങ്കിലും ഇന്ത്യ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നായിരുന്നു എന്റെ ചോദ്യത്തിന്റെ കൃത്യമായ ഒരു പോയിന്റ്. ആ പോയിന്റിനെ കൃത്യമായി താങ്കൾ ഉത്തരം പറയുക. മാലിക് ദിനാറും സംഘവും വന്ന് 10 പള്ളി ഉണ്ടാക്കി. ആ 10 പള്ളിയും സലഫി പള്ളിയാണ്. ആ 10 പള്ളിയും സലഫി പള്ളിയാണ്. കാരണം മാലിക് ദിനാറും സംഘവും വന്ന് പള്ളി ഉണ്ടാക്കിയ കാലത്ത് ആ പള്ളിയിൽ അന്ന് കുത്തുബിയത്തില്ല, അന്ന് റാത്തീബില്ല, അന്ന് ഹദ്ദാദില്ല, അന്ന് മൗലിദില്ല, അന്ന് മാലയില്ല, അന്ന് നബിദിനാഘോഷമില്ല, അന്ന് ജാറങ്ങളില്ല, ദർഗയില്ല. അതാണ് സലഫി പള്ളി. പിന്നീട് മാലിക് ദിനാറിന്റെ കാലം കഴിഞ്ഞ് 1000 കൊല്ലം കഴിഞ്ഞിട്ട് ആ കുത്തുബിയത്തുണ്ടായത്. ഇന്ന് ആ പള്ളിയിൽ കുത്തുബിയത്തുണ്ട്. അതിന് പള്ളി ഉത്തരവാദി ഇല്ലല്ലോ, പള്ളി ഉണ്ടാക്കിയവരും ഉത്തരവാദിയല്ല. മാലിക് ദിനാറും കൂട്ടരും വന്ന് 10 പള്ളി ഉണ്ടാക്കി. അവർ എത്ര ജാറമുണ്ടാക്കി? എത്ര ജാറമുണ്ടാക്കി? ഒന്ന് പോലും ഉണ്ടാക്കിയില്ല. മാലിക് ദിനാറും സംഘവും ഒരു ജാറം പോലും ഉണ്ടാക്കിയില്ല. എന്നാ 10 പള്ളി ഉണ്ടാക്കി. ആ 10 പള്ളിയും സലഫി പള്ളിയാണ്. എന്തുകൊണ്ട്? ഈ പറഞ്ഞതാണ് കാരണം. അല്ലെങ്കിൽ തെളിയിക്കേണ്ടത് എന്താ? മാലിക് ദിനാറും സംഘവും പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളി എല്ലാ മാസവും 17 ബദർ മൗലിദ് കഴിച്ചു. അതേപോലെ വർഷത്തിൽ 1-2 പ്രാവശ്യം കുത്തുബിയത്ത് നടത്തി. അവിടെ റാത്തീബ് ഉണ്ടായിരുന്നു, അവിടെ എന്നും ഹദ്ദാദ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെടണം. അപ്പൊ ഈ ചോദ്യം ന്യായമാണ്. ഇന്ന് അവിടെ ഹദ്ദാദില്ലേ? ഉണ്ട്. എന്തുകൊണ്ട്? ഇന്ന് മാലിക് ദിനാർ അല്ല അവിടെ ഖതീബായി ഉള്ളത്. മാലിക് ദിനാർ ഖതീബായ കാലത്ത് ആ പള്ളി ഹദ്ദാദില്ല, അവിടെ റാത്തീബില്ല, അവിടെ മൗലിദില്ല, അവിടെ നബിദിനാഘോഷമില്ല, അല്ലാഹുല്ലാത്തവർക്ക് നേർച്ചയില്ല, അടിയന്തരങ്ങളില്ല, ആ വക ഏർപ്പാടും വന്നില്ല. പിന്നീട് കാലക്രമേണ ആ പള്ളി കൈകാര്യം ചെയ്ത ആളുകൾ അവർ വഴിമാറി സഞ്ചരിക്കുകയും കമ്മിറ്റിക്കാർ എന്താണ് തീരുമാനിച്ചത് അത് പിന്നെ പള്ളിയിൽ തീരുമാനമായി മാറുകയും ചെയ്തപ്പോഴാ ഇതൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് 1000 കൊല്ലം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ വന്ന കുത്തുബിയത്താണല്ലോ ആ പള്ളി പിന്നെ പോയി കയറിയത്. 1000 കൊല്ലം കഴിഞ്ഞിട്ട് കോഴിക്കോട് നിന്നായ മുഹീദിമാല ആ പള്ളിയിൽ ഇന്ന് ചൊല്ലുന്നുണ്ട്. അതേപോലെ 600 കൊല്ലം മുമ്പുണ്ടാക്കിയ ഹദ്ദാദ് ഇന്നവിടെ ചൊല്ലുന്നുണ്ട്. 700 കൊല്ലം മുമ്പുണ്ടായ ബുർദബൈത്ത് ഇന്നവിടെ ചൊല്ലുന്നുണ്ട്. 800 കൊല്ലം മുമ്പുണ്ടായ നബിദിനാഘോഷം ഇന്നവിടെ ചൊല്ലുന്നുണ്ട്. അതൊക്കെ മാലിക് ദിനാർ ഉണ്ടാക്കിയതാണോ? അല്ല. ഇനി മാലിക് ദിനാർ സംഘം കൊണ്ടുവന്ന ഒരു മൗലിദ് കിതാബ് ഉണ്ടോ ചോദിച്ചാണ് ഉസ്താദിനോട് കിട്ടൂലല്ലോ. ഉസ്താദ് അമ്മകെ ഈ മങ്കൂസും സർവഫ്നാമക്കൾ ഒഴിവാക്കുക. മാലിക് ദിനാർ സംഘമല്ലേ ഇസ്ലാം പ്രചരിപ്പിക്കാൻ ആദ്യം വന്നത്. അവര് കൊണ്ടുവന്ന മൗലിദ് മതി നമുക്ക്, അവർ കൊണ്ടുവന്ന റാത്തീബ് മതി നമുക്ക് എന്ന് ഉസ്താദുമാട് പറഞ്ഞു വെക്കുക. ഉസ്താദ് എടുത്തുണ്ടോ ആ മൗലിദ് കിതാബ്? നമുക്ക് ഒന്നിച്ചു ചെല്ലാം, ഒരു കുഴപ്പമില്ല. മാലിക് ദിനാറും സംഘവും കൊണ്ടുവന്ന് അവർ സ്ഥാപിച്ച പള്ളിയിൽ അവർ ആലപിച്ച മൗലിദ് കിതാബ് കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മൗലിദ് ഓതാം. ഒരു തർക്കവും ആ വിഷയത്തിലില്ല. അവരെ പള്ളിയിൽ അവരെ കാലത്ത് നടത്തിയ ഹദ്ദാദ് ഏതാണോ ആ ഹദ്ദാദ് നമുക്ക് എല്ലാവർക്കും ചെല്ലാം. ആ ഹദ്ദാദ് പറ്റില്ല അടുത്തും പറഞ്ഞാൽ അവനെ പുത്തൻവാദിയ, അവനെ പേടിക്കാം. അവരന്ന് ചൊല്ലിയ മൗലിദ് ഉണ്ടെങ്കിലും അതും പറ്റില്ല എന്ന് പറഞ്ഞാൽ അവര് പുത്തൻവാദിയ, നമുക്കത് പറയാം. നേരെ മറിച്ച് അവരെ പേര് വന്നിട്ട് പിൽക്കാലത്തോടെ കൂട്ടിച്ചേർക്കുക, ഇതൊക്കെ അവരുടേതാണെന്ന് പറയാ, അത് ന്യായമല്ല, അത് വ്യാജമാണ്. മരിച്ചുപോയ KC അബൂബക്കർ മൗലവി റഹിമഹുല്ല അദ്ദേഹം സാധാരണ പണ്ട് പ്രസംഗത്തിൽ പറയുമായിരുന്ന കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അഥവാ ഗൾഫിൽ നിന്നൊരു പേരക്കുട്ടി വന്നപ്പോ വല്ലിപ്പാക്ക് ഒരു കൊട കൊണ്ടുവന്ന് കൊടുത്തുക, ഒരു ഗൾഫ് കൊട, ഫോറിൻ കൊട. വല്ലിപ്പ കൊടയും പിടിച്ച് അങ്ങാടി പോകും, പള്ളിയിൽ പോകും, എല്ലാവരോടും പറയും ഇതെന്റെ പേരക്കുട്ടി കൊണ്ടുവന്ന കൊടയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ കുടയുടെ ഒരു കമ്പി ഒടിഞ്ഞു. അപ്പൊ റിപ്പയർ ചെയ്യാൻ കടയിൽ കൊണ്ടായപ്പോ അയാൾ പറഞ്ഞു, ആചാര്യ ഈ കമ്പി മാറ്റി വേറെ കമ്പി ഇടുക. ശരി, അത് മാറ്റി വേറെ കമ്പി ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ 2ാമതൊരു കമ്പി പൊട്ടി, അതും മാറ്റി. പിന്നീട് 3ാമത്തേത് മാറ്റി, 4ാമത്തേത് മാറ്റി, 5ഉം 6ഉം 7ഉം ഒക്കെ മാറ്റി, ഏതാണ്ട് എല്ലാ കമ്പിയും മാറ്റി. അപ്പോഴേക്ക് അതിന് ശീലയൊക്കെ ഓട്ടയായി, വല്ലാണ്ട് ഓട്ടയപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, ഇനി നമുക്ക് ആ ശീല മാറ്റി വേറെ ശീല ഇടാം. ശരി, ആ ശീലയും മാറ്റി. പിന്നെ കാലൊടിഞ്ഞു, അപ്പൊ കാലും മാറ്റി. ഇപ്പോഴും ആ വല്ലിപ്പാന്റെ അവകാശവാദം എന്താ? ഈ കൊട എന്റെ പേരക്കുട്ടി കൊണ്ടുവന്ന കൊട ഇടുക. അയാൾ ചോദിച്ചോക്കെ ഇത് ഏതാ കൊടാന്ന്? അയാൾ പറയും ഇത് പേരക്കുട്ടി ഗൾഫിൽ നിന്ന് കൊടുത്തയച്ച കൊട എന്ന് പറയും. പേരക്കുട്ടി കൊടുത്തയച്ചതിൽപ്പെട്ട എന്താ അതിലിപ്പോ ബാക്കിയുള്ളത്? കാര്യമായിട്ടൊന്നുമില്ല. എന്നുപോലെയാണ് മാലിക് ദിനാർ സംഘം വന്ന് പള്ളിയുണ്ടാക്കി 5 വക്ത് നിസ്കാരവും നോമ്പും സക്കാത്തൊക്കെ പഠിപ്പിച്ച് അവർ വഫാത്തായി പോയി. ഒരു മാലയോ മൗലിദോ റാത്തീബോ കുത്തുബിയത്തോ ഹദ്ദാദോ ജാറങ്ങളോ ദർഗകളോ ആ വക ഒന്നും അവരാരും പഠിപ്പിച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോ അതിലേക്ക് ഒരുത്തം കൊണ്ടുവന്ന് കയറ്റി മുഹീദിമാല.
മറ്റാളെ വക ഒരു കുതബിയത്ത്, വേറൊരാളെ വക റാത്തീബ്, മറ്റൊരാളെ വക നാരിയാസ്രാത്ത്, ഇങ്ങനെ ഓരോന്നോരോന്ന് കൂടുമ്പോ അറിയില്ല, ഒന്നിച്ചു മാറുമ്പോഴേ അറിയൂ. ഇപ്പോഴും അവകാശവാദം ഞങ്ങളാ പഴയ ആൾക്കാര്, ഞങ്ങളാ പാരമ്പര്യം, നിങ്ങളൊക്കെ പിന്നെ വന്നതല്ലേ എന്ന്. അതുകൊണ്ട് ലോകത്തെവിടെയും മതം പ്രചരിപ്പിച്ചവർ സലഫികളാണ്. ഇന്നും മതം പ്രചരിപ്പിക്കുന്നവർ സലഫികൾ തന്നെയാണ്. അല്ലാത്തവർക്ക് എവിടെ നിന്ന് അഴിവത്ത്? അല്ലാത്തവർക്കുള്ള അഴിവത്ത് സലഫികളല്ലാത്ത ആരാ അത് അഴിവത്തം കൊണ്ട് ഇറങ്ങുന്നത്? ഇല്ലല്ലോ. ഒരു ഖുറാഫാത്ത് പ്രചരിപ്പിക്കാന്നല്ലാതെ ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞ് ഒരു ദഅ്വ മേഖലയിൽ സലഫികളല്ലാതെ മറ്റാരുള്ളത്? ഇത് അഴിവത്തിന് വേണ്ടി വീടും നാടും ഒഴിവാക്കി 4 പീസും 4 മാസം പോണ മനുഷ്യന്മാരുണ്ട്. അവരെ പോലും ദീനുള്ളവനോട് വീണ്ടും പറയാന്നല്ലാതെ, ഒരു അമുസ്ലിമിനെ വീട്ടിൽ കയറുക, സോറി ട്ടോ അറിയാതെ കയറിയതാണ് എന്ന് പറഞ്ഞ് തിരിച്ചു പോരുക എന്നല്ലാതെ അവരെ പോലും പലപ്പോഴും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവകാശവാദങ്ങൾ ആയിക്കോട്ടെ, നമുക്ക് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കണമെന്നില്ല. യാഥാർത്ഥ്യം ഇതാണ് എന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ടിൽ, 3-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ പള്ളികൾ എല്ലാം സലഫി പള്ളിയാണ്. പിന്നെ കമ്മിറ്റിക്കാർ മാറിയപ്പോ അവരിലേക്ക് പലതും കൊണ്ടുവന്നു. അത് സ്വാഭാവികമാണ്. ഇപ്പൊ ഈ സലഫികൾ ഉണ്ടാക്കിയ, അടുത്ത കാലത്തുണ്ടാക്കിയ പള്ളി പോലും പിന്നെ കമ്മിറ്റി മാറി, സംഘടന മാറി, ആളുകൾ മാറുമ്പോൾ അവിടെ പിന്നെന്തെല്ലാം കയറി വരുന്നു. നമ്മൾ ഉത്തരവാദിയല്ലോ. അത് സ്വാഭാവികം. അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അള്ളാനെ പേടിക്കാതിരിക്കുമ്പോൾ അവർ പലതും ചെയ്തേക്കാം. അതുകൊണ്ട് ആ ഒരു അവകാശവാദത്തിനപ്പുറത്ത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.